നമ്മുടെ ജീവിത അനുഭവങ്ങളുടെ കലവറയാണ് മനസ്സെന്ന് പറയുന്നത്. മനസ്സിനകത്താണ് എല്ലാ വിഷയങ്ങളും ഇരിക്കുന്നത്. സന്ദർഭങ്ങൾക്കനുസരിച്ച് ഓരോന്നോരോന്നോരോന്ന് ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ മനസ്സ് എങ്ങനെ രൂപപ്പെട്ടെന്ന് നോക്കണം. ഇത് വലിയൊരു പഠനമാണ്. ചെറിയ പഠനമല്ല, വലിയൊരു പഠനം. അത് ആരെക്കുറിച്ചുമല്ല, നമ്മുടെ ഉള്ളിലുള്ള നമ്മളോട് സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇന്ദ്രിയത്തെക്കുറിച്ചാണ്. അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ച്, അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത്, എങ്ങനെയാണ് രൂപപ്പെട്ടത്. ഇതൊക്കെ പഠിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് വേണ്ടത് പെട്ടെന്ന് ഹീലിംഗാണ് നമുക്ക് വേണ്ടത്. പക്ഷേ അത് ഹീലിംഗ് അങ്ങനെ സംഭവിച്ചാലും കുറച്ച് നേരത്തേനെ നിൽക്കുകയുള്ളൂ. പല ഹീലിങ്സ് ഉണ്ട്. അത് നമുക്ക് കുറച്ച് നേരത്തേനെ നിൽക്കുകയുള്ളൂ. പിന്നെയും നമ്മൾ പഴയ പോലെയാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ആദ്യം മുതൽ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കണം, സ്വയം മനസ്സിലാക്കണം. വേറൊരാളെ അല്ല, വേറൊരാളോട് ചോദിച്ചിട്ടല്ല നമ്മളിത് പഠിക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന വിഷയങ്ങളെ നമ്മളത് ഒരു ലാബിനകത്തോ അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലോ അതിൻ്റെ മേശയിൽ എടുത്തിട്ടിട്ട് നമ്മൾ കൂലം കഷായമായി പരിശോധിക്കുക എന്ന് പറയാം. അപ്പോൾ അങ്ങനെ പരിശോധിച്ചാൽ മാത്രമേ നമുക്കിത് അറിയാൻ പറ്റുള്ളൂ കേട്ടോ, ഈ മനസ്സ് എന്താണെന്ന്. അപ്പോൾ ഈ മനസ്സ് എങ്ങനെ പ്രവർത്തിച്ച് എങ്ങനെ ഉണ്ടായി നോക്കണം, പ്രവർത്തിക്കുന്നതല്ല എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിലും എൻ്റെ അനുഭവത്തിലുമുള്ള കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. മനസ്സ് ഓർമ്മയാണല്ലോ, ഓർമ്മയുണ്ടെങ്കിലേ മനസ്സുള്ളൂ അല്ലേ. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വരണം. അപ്പോൾ അത് ശരിക്കും മെമ്മറിയാണ്, പഴയ കാലത്തെ ഓർമ്മയാണ്. അപ്പം ഒരു കുഞ്ഞിങ്ങോട്ട് ജനിക്കുന്നു, നമ്മൾ ജനിച്ച് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പറയാം. അതായത് ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അവിടം തൊട്ട് പറഞ്ഞാൽ മതി. അതിനുള്ള മുന്നിലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു വിധത്തിലും നമുക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പം ജനിച്ചിങ്ങോട്ട് വരുന്ന ഒരു കുട്ടി എന്താണ് കാണിക്കുന്നത്? കരയാൻ തുടങ്ങും. കരയാൻ ആരാണ് പഠിപ്പിച്ചത്? ഉടനെ പാല് കുടിക്കണം, വിശപ്പുണ്ടാവും. അതെങ്ങനെയാണ് സംഭവിച്ചത്? വിശപ്പ്. അപ്പം പാല് കുടിക്കണം, വിശപ്പുണ്ടാകുന്നു, പാല് കുടിക്കണം. അപ്പം ഉള്ളിലേക്ക് പോകുന്നു, ആന്തരിക അവയവങ്ങളിലൂടെ സഞ്ചരിക്കുന്നു, കണ്ണുകൾ തുറന്നു നോക്കുന്നു അല്ലേ, എന്തൊക്കെയോ എക്സ്പ്രഷനൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ ഓരോ ദിവസവും ഓരോ രീതിയിൽ ആ കുഞ്ഞ് വളരെ പെട്ടെന്ന് വളർന്ന് വരിക. അപ്പം കൈകാലിട്ടടിക്കുന്നു, അമ്മയെ ശ്രദ്ധിക്കുന്നു, ശബ്ദം ശ്രദ്ധിക്കുന്നു, ചുറ്റുപാട് കമിഴ്ന്ന് കിടക്കാൻ നോക്കുന്നു, കമിഴ്ന്ന് കിടന്നിട്ട് നീന്താൻ നോക്കുന്നു, നീന്തിട്ട് ഇരിക്കാൻ നോക്കുന്നു, ഇരുന്നിട്ട് മതിയാവുന്നില്ല നിൽക്കാൻ നോക്കുന്നു, വീഴുന്നു, വീണ്ടും നിൽക്കുന്നു. ഇവിടം വരെ എടുത്താൽ മതി. ഇപ്പോൾ ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത് ഒരു ഓർമ്മയാണ്. ഇത് സ്ഥായിയായ നിലനിൽക്കുന്ന ഒരു ഓർമ്മയാണ്. ആ ഓർമ്മയാണ് നമ്മളെ ഈ പരുവത്തിൽ ഇവിടം വരെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. നമുക്ക് എഴുന്നേൽക്കണമെന്ന് തോന്നുമ്പം എഴുന്നേൽക്കുന്നു, കിടക്കണമെന്ന് തോന്നുമ്പം കിടക്കുന്നു, ഓടുന്നു, ചാടുന്നു. ഇതെല്ലാം അതിൻ്റെ പിന്തുടർന്ന് വന്ന ഓർമ്മകൾ തന്നെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ സീഡിനകത്ത്, ഒരു വിത്തിനകത്ത് ഒരു മരമാകാനായിട്ടുള്ള ഒരു ഓർമ്മ അതിൻ്റെ ഉള്ളിലുണ്ട്. ആ ഓർമ്മകൾ തന്നെയാണ് എന്നെ ഇപ്പോഴും ഇവിടെ നിർത്തുന്നത്. അപ്പോൾ അതിനൊരു ശക്തിയുണ്ട് ആ ഓർമ്മകൾക്ക്. ആ ശക്തി എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ശക്തിയല്ലത്. അത് ഈ ഭൂമിയുടെ ശക്തിയാണ്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ശക്തിയാണ്, പ്രകൃതിയുടെ ശക്തിയാണ്. ആ പ്രകൃതിയുടെ ശക്തിയാണ് ആ പ്ലേ ചെയ്തത് മുഴുവനും. അതായത് മെമ്മറി പ്ലേ എന്ന് പറയാം. ഒരു പ്ലേ അവിടെ നടന്നു, ഒരു കുഞ്ഞുണ്ടാകുന്നു, പുറത്ത് വരുന്നു, അതിന് വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ഫിസിക്കലായിട്ട് വേണ്ടതെല്ലാം അത് ഓർമ്മയായിട്ട് അവിടെ മെമ്മറി പ്ലേ ചെയ്തെന്ന് പറയാം. അത് പ്രകൃതിയുടെ ശക്തിയാണ്. ഇത് തിരിച്ചറിയണം. ഇതാണ് തിരിച്ചറിവ്, ഇത് ബേസ്. ഇത് വിട്ടിട്ട് നമ്മൾ ഒരു കളി കളിക്കരുത്. അതായത് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് പ്രകൃതിയുടെ ശക്തി കൊണ്ടാണ്, നമുക്കല്ലാന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ പ്രകൃതി എന്ന് പറയുമ്പം മലയാളം ഞാൻ പറയുന്നു, അതിനകത്ത് ഭാഷ കൊണ്ടിരുന്നു ഇല്ലേ. പ്രകൃതി എന്ന് പറഞ്ഞാൽ പ്രകൃതി. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ ഭാഷ ഉണ്ടാക്കിയത്. ഞാനിത് പറയുമ്പോൾ മനസ്സിലാവണ്ടേ, അതിന് നമ്മളൊരു ഭാഷയുണ്ട്. അപ്പോൾ ആ ഭാഷയ്ക്ക് ഒരു ശക്തിയുണ്ട്, ഉറപ്പാണ്. അതിൽ സംസാരിക്കുന്ന വാക്കുകൾക്കൊരു ശക്തിയുണ്ട്. അമ്മ എന്ന് പറയുമ്പോഴത്തേന് ആ വാക്കിനൊരു ശക്തിയുണ്ട് അല്ലേ. മലം എന്ന് പറയുമ്പോൾ അതിനൊരു ശക്തിയുണ്ട്.
അപ്പോൾ നമുക്കത് ഫീലിംഗ് നമുക്കുള്ളിൽ വരുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള അറിവാണ് നമുക്ക് അടിസ്ഥാനപരമായിട്ട് അറിയേണ്ടത്. നമ്മളപ്പം പ്രകൃതിയായി മാറുന്നത് എങ്ങനെയാണ്? ഈ അറിവിലൂടെയാണ്. നമ്മളും ഒരു ഗർഭപാത്രത്തിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഈ ചേഷ്ടകളെല്ലാം കാണിച്ചാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതൊരു ശക്തിയല്ലേ, ഇതൊരു ഓർമ്മയല്ലേ ഈ പ്ലേ ചെയ്യുന്നത്. അതിനെ നമ്മൾ തീർച്ചയായിട്ടും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉള്ളിൽ പ്രകൃതിയുണ്ട്, ഈ പ്രകൃതിയാണ് പ്ലേ ചെയ്യുന്നത്. അതിനെ എത്ര കാലം ഇവിടെ നിൽക്കണമെന്നുണ്ടോ അത്രയും നാളും അതിൻ്റെ മെമ്മറി പ്ലേ ചെയ്തിട്ട് പോകും. നമ്മൾ വിചാരിച്ചാൽ നമുക്കിവിടുന്ന് പോകാതിരിക്കാൻ പറ്റുമോ? എന്നാൽ കുറച്ച് കാലം കൂടി ജീവിക്കാമെന്ന് പറഞ്ഞാൽ നടക്കുമോ? നടക്കില്ല. പക്ഷേ നമ്മൾ ഈ പ്രകൃതിയുടെ ഈ പറഞ്ഞ ശക്തിയെ തിരിച്ചറിയുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നോക്കുമ്പം ഒരു ആശ്വാസമുണ്ട്. അംഗീകരിക്കാൻ മനസ്സില്ലെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലൊരു ആശ്വാസം തോന്നും. ഇപ്പം തോന്നില്ലെങ്കിലും ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കത് തോന്നും. ഇത് ചിന്തിക്കാനുള്ള ഒരു പ്രേരണയുണ്ടാവും, ഒരു ശക്തി ഉണ്ടാവും. അവിടെയും ശക്തിയാണ്. കാരണം ഇതാണ് അടിസ്ഥാന അറിവ്. ഈ അടിസ്ഥാന അറിവ് വിട്ടിട്ട് നമ്മൾ മറ്റ് പലതിലും നമ്മൾ പോകുന്നു. അപ്പോഴെല്ലാം നമ്മളെ പെയിൻ, വേദന, നൊമ്പരം, സങ്കടം. കാരണം ഇതിന് അടിസ്ഥാനപരമായ ശക്തിക്ക് മേളിൽ നമ്മൾ എന്ത് കൊണ്ട് വെച്ചാലും അതിരിക്കില്ല. കാരണം അത്രയും പവർഫുള്ളാണ്, അത്രയും പവറാണ്. ഓർക്കണം, ഭൂമി ഒരു കറങ്ങുന്ന ഗ്രഹം, ഗുരുത്വാകർഷണ ബലം, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ ഈ ഭാഷ കൊണ്ടോ ഈ കുഞ്ഞു ജീവിയോട് ഇരുന്ന് പറയുന്ന നമ്മുടെ കയ്യിലൊന്നും ഇല്ലാത്തൊരു വിഷയമാണിത്. നമുക്കിത് പറയാനോ പറ്റില്ല, നമ്മുടെ തലയ്ക്കുള്ളിൽ ഇത് താങ്ങില്ല. അത്രയും വലിയൊരു ശക്തിയാണ്. ആ ശക്തിക്കുള്ളിൽ നിന്നാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. ഇത് ഈ കറങ്ങുന്ന ഭൂമിയെ തിരിച്ചറിയാനുള്ള ഒരു ശക്തി നമുക്കില്ലേ, ഒരു അറിവില്ലേ? ഇത്രയും നമ്മുടെ മനസ്സിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള വലിയൊരു ശക്തിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, നമ്മുടെ മനസ്സിൻ്റെ, അതായത് ഈ ശക്തി എന്ന് പറയുന്നത്, ഈ ഓർമ്മകളെന്ന് പറയുന്നത് മനസ്സിനുള്ളിലാണ്. ആ ഓർമ്മകൾ ഒരു സീഡിനുള്ളിലാണ് ഇതിരിക്കുന്നത്, ഈ ഓർമ്മകൾ ഇരിക്കുന്നത്. അപ്പം അത് ഒരു ശുദ്ധമായതാണ്. അത് ഒരു കുഞ്ഞ് ജീവിച്ച് മരിച്ച് പോകുന്നിടം വരെ അത് വർക്ക് ചെയ്യേണ്ട ഒരു ഇന്ദ്രിയമാണ്, അദൃശ്യ. അപ്പോൾ അതൊരു ചേമ്പില പോലെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ചേമ്പിലയുടെ മുകളിൽ വെള്ളം ഒഴിച്ചാൽ നിൽക്കുമോ? എപ്പോഴും അത് തെന്നിപ്പോകും. അപ്പോൾ ആ ചേമ്പിലയുടെ സ്വഭാവം എന്നാ? പരിപാവനമായ, പവിത്രമായ, ശുദ്ധമായ, അതിൻ്റെ മുകളിൽ അത് മലിനമാകാത്ത ഒരു വസ്തു. ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ അടിസ്ഥാനമായ ഒരു ശക്തിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയണം. ഈ ശക്തിയുടെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയണം, മനസ്സിലാക്കണം. ഈ ശക്തിയുടെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവിക്കുക, സ്നേഹത്തോടെ ജീവിക്കുക, സമാധാനത്തോടെ ജീവിക്കുക, ശാന്തിയിലിരിക്കുക. ഇതിനപ്പുറത്തേക്കൊരു കഥയില്ല. അപ്പം സ്നേഹമുണ്ടാകണമെങ്കിലോ അടിസ്ഥാനപരമായ ഒരു ശക്തിയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മുടെ ജീവൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ ഒരു ശക്തി അടിസ്ഥാനപരമായ ഒരു ശക്തി ഇവിടെയുണ്ട് എന്നറിഞ്ഞാൽ, അല്ലെങ്കിൽ എന്നിൽ ജീവിക്കുന്നു എന്നറിഞ്ഞാൽ, അതാണ് ജീവിക്കുന്നതെന്നറിഞ്ഞാൽ അതിൻ്റെ സ്വഭാവം അറിയണം. അതിൻ്റെ സ്വഭാവം എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. ആ സ്വഭാവത്തിന് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ പല വിഷയങ്ങളും അതിന് മുകളിലെടുത്ത് വെക്കുന്നതുകൊണ്ടാണ് നമുക്ക് വേദന ഉണ്ടാകുന്നത്. നമുക്ക് വേദന ഉണ്ടാകാൻ പല കാരണങ്ങളുണ്ട്. ആ കാരണത്തിന് ഓപ്പോസിറ്റ് എന്തായിരിക്കും ഇരിക്കുക? പരിപാവനമായ, പവിത്രമായ, ശുദ്ധമായ ഒരു സ്നേഹമായിരിക്കും. ആ സ്നേഹത്തിന് മുകളിൽ നമ്മൾ എന്തുകൊണ്ട് വെക്കുന്നു? നമ്മുടെ ഇഷ്ടങ്ങളെടുത്ത് വെക്കുന്നു. ആ ഇഷ്ടങ്ങൾ എന്താണ്? അന്യൻ്റെ ആവശ്യങ്ങൾ. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്നും മനസ്സിൽ നിന്നും ശക്തിയിൽ നിന്നും വിട്ട് പുറത്തേക്ക് നോക്കി പുറത്തുള്ളൊരു വ്യക്തിയെ നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവെക്കുന്നു. നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തിക്ക് നമ്മൾ സംസാരിക്കുന്ന ആ വ്യക്തിയുമായി താതാത്മ്യം പ്രാപിക്കുമോ നമ്മൾ നോക്കിയോ? ഇഷ്ടപ്പെടുമോ എന്ന് നോക്കിയോ? നോക്കിയിട്ടില്ല. അത് നോക്കുന്നിടത്താണ് നമ്മുടെ വിജയം. നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട്
ആ ശക്തിക്ക് അനുകൂലമായ വിഷയങ്ങളാണ് നമ്മൾ പുറത്തു നിന്ന് എടുത്ത് അകത്തേക്ക് വെക്കുന്നത്. അത് ചെയ്യാത്തത് കൊണ്ടാണ്, അതറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് വേദന അനുഭവിക്കുന്നത്, നമുക്ക് നൊമ്പരം അനുഭവിക്കുന്നത്.